2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം 2 ദിവസമായിട്ട് ഭയങ്കര ട്രാവലിങ്ങിലാണ്. അപ്പം രാത്രി ആവുമോ വീട്ടിലെത്താൻ, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇന്നലെ നമ്മൾ കോയമ്പത്തൂർ പോയിരുന്നു. അപ്പോൾ കോയമ്പത്തൂരിൻ്റെ വീഡിയോ ആട്ടോ ഇത്. നമ്മൾ കാറ് വാങ്ങിയിട്ട് ആദ്യത്തെ ട്രിപ്പാണേ കോയമ്പത്തൂരിലേക്ക്. വെളുപ്പിന് ഇതിന് 4 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. മൂന്നാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രാവിലെ നല്ല തണുപ്പായിരുന്നേ. രാവിലെ ഒരു 4:30 ആയപ്പോൾ ഇറങ്ങിയ നല്ല തണുപ്പായിരുന്നു. പിന്നെ മറയൂർ അടുക്കും തോറും പിന്നെ തണുപ്പിച്ചിട്ട് കുറവുണ്ടായിരുന്നേ. പിന്നെ ഈ വഴിയിൽ രാവിലെ നമ്മൾ പോകുമ്പം ട്രാഫിക്കൊന്നുമില്ല, റോഡ് ഫ്രീ ആയിരിക്കുമേ. നമുക്ക് ഈ സമയങ്ങളിൽ ഈ വഴിക്ക് പോവുകയാണെങ്കിലുണ്ടല്ലോ ഫ്രീ ആയിട്ട് പോകാം. റോഡിൽ വാഹനങ്ങൾ കുറവായിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിൽ, ചിന്നാർ റോഡ് പണിതപ്പോൾ ചെറിയ റോഡാട്ടോ. അപ്പോൾ ഇതിലൂടെ പോകണമെങ്കിൽ ഫ്രീ ആയിട്ട് പോകണമെങ്കിൽ വെളുപ്പംകാലത്ത് തന്നെ പോകണം. പിന്നെ പോകുന്ന വഴിക്ക് കുറേ മൃഗങ്ങളെ കാണാം. രാവിലെ പോകുമ്പോൾ നിറയെ മൃഗങ്ങളെ കാണാൻ പറ്റും കേട്ടോ. പകൽ സമയം ഇതൊന്നും പുറത്തിറങ്ങില്ലേ. ഒട്ടും പ്രതീക്ഷിക്കാതെ ആനയെ കണ്ടു കേട്ടോ. റോഡിനരികത്തിന് 2 ആന നിൽപ്പുണ്ടായിരുന്നു. ചിന്നാറിലെ ആനകളൊന്നും ഉപദ്രവിക്കില്ലെന്ന് കേട്ടോ പറഞ്ഞ് കേൾക്കാറ്. പിന്നെ റോഡിനരികിൽ കുറേ കാട്ടുപോത്തുകളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പേടിക്കാതെ ട്രാവൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ചിന്നാർ കഴിയുമ്പോൾ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കാണാം കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് കഴിച്ചത്. ഹോട്ടൽ വെയിൽസ് ഗ്രാൻഡ് എന്നാണ് പേര്. അപ്പോൾ ഇവിടെ നല്ല പാർക്കിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഔട്ടറിലും കൂടെ ആയതുകൊണ്ട് സ്ഥലം ബെറ്ററാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ കോയമ്പത്തൂർ എന്തിനാണ് പോകുന്നതെന്ന്. കോയമ്പത്തൂരിൽ ചേച്ചിയുടെ മോൻ പഠിക്കുമല്ലേ, അപ്പോൾ അവനെ ഒന്ന് ചെന്ന് കണ്ടിട്ട് വരാമെന്നാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ അവനെ കാണാനായിരുന്നേ. പിന്നെ അവന് +2 പഠിക്കുമ്പോൾ നല്ല മാർക്ക് എടുക്കുവാണെങ്കിൽ നിനക്ക് ഞാൻ ഫോൺ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വാങ്ങിച്ചു കൊടുത്തില്ലായിരുന്നേ. അപ്പം ഫോണും കൂടി ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് അവനെ കണ്ടിട്ട് വരാമെന്നായിട്ടോ പോയത്. പിന്നെ അവനെ കണ്ടിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഫുഡൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നൊരു വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ അവിടെ നിന്ന് തിരിച്ചേ. നേരത്തെ മുതൽ തന്നെ എനിക്ക് കോയമ്പത്തൂർ ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ വെതർ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ തന്നെ ഞാനും എൻ്റെ ചേച്ചി, എൻ്റെ ആങ്ങള, എൻ്റെ അനിയത്തി കൊച്ചെല്ലാം പഠിച്ചത് കോയമ്പത്തൂരിലാണ്. കോയമ്പത്തൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നേരത്തെ തന്നെ ഇറങ്ങണേ. ചിന്നാർ പ്രദേശത്തെത്തുമ്പോൾ രാത്രി വണ്ടി സൈഡ് കൊടുത്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഞങ്ങൾ മൂന്നാർ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം ഇനി മൂന്നാറിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് നല്ല അടുപ്പിച്ച് മഴയുണ്ട്. രാത്രി ട്രാവൽ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.